അപ്പോൾ ഗൈസ്, ഇന്ന് നമുക്കൊരു ഐസ്ക്രീം സാൻഡ്വിച്ച് ഉണ്ടാക്കിയാലോ? കണ്ടില്ലേ, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അതിന് വേണ്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതൊക്കെ. വെരി സിമ്പിൾ ആൻഡ് വെരി ബേസിക് റെസിപ്പി. അതിനുവേണ്ടി ആദ്യം കുറച്ച് നല്ല അടിപൊളി സ്ട്രോബെറീസ് ഇങ്ങനെ കുനുകുനാന്ന് അരിഞ്ഞെടുക്കാം. അതിനെ സോസ് പാനിലോട്ട് കുറച്ച് വെള്ളം ഇങ്ങനെ ഇട്ട് ബോയിൽ ചെയ്യാൻ വെക്കാം. ഇതിങ്ങനെ ബോയിൽ ചെയ്ത് ഈ തിക്നെസ് ആകുമ്പോഴത്തേക്ക് നമുക്കതിനെ മാറ്റി വെക്കാം. ബേസിന് വേണ്ടി ഞാൻ കുറച്ച് ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ് എടുത്ത് അതിനെ പൊടിച്ചു കേട്ടോ. അത് പൊടിച്ച് കഴിയുമ്പോൾ അതിനകത്ത് കുറച്ച് മെൽറ്റഡ് ബട്ടർ കൂടെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ ഹാഫ് പോർഷൻ നമുക്കൊരു കേക്ക് ടിന്നിലോട്ട് മാറ്റി സെറ്റാകാൻ വെക്കാം. അത് സെറ്റാകുമ്പോഴത്തേക്കും നമുക്ക് ഐസ്ക്രീം ചെയ്താലോ? അതിന് വേണ്ടി ജസ്റ്റ് നമ്മുടെ നോർമൽ ക്രീമോ ഡബിൾ ക്രീമോ എന്തെങ്കിലും വെച്ച് കണ്ടൻസ് മിൽക്ക് കൂടെ ഇട്ട് ഈ കൺസിസ്റ്റൻസി ആകുമ്പോഴത്തേക്ക് നമ്മളുണ്ടാക്കിയ സ്ട്രോബെറി പ്യൂരയോ ജാമോ കൂടെ അതിനകത്ത് മിക്സ് ആക്കാം. അത് ഇതണ്ട് ഇങ്ങനായി വരുമ്പോഴത്തേക്ക് നമ്മൾ വെച്ച ആ കേക്ക് ടിന്നിനകത്തോട്ട് ഇട്ട് നമ്മളൊരു 5 to 6 hours ഫ്രീസറിനകത്ത് സെറ്റാകാൻ വെക്കാം. ദെൻ ഈ കാണുന്ന ഞാനിത് സെറ്റാക്കി വെച്ച് കഴിഞ്ഞുള്ള ഇതാണ്. അതിൻ്റെ മുകളിൽ ബാക്കിയുള്ള നമ്മൾ ചെയ്ത് ബിസ്ക്കറ്റ് മിക്സും കൂടെ ഇട്ടിട്ട് ഒരു 2 hours സെറ്റാക്കാൻ വെക്കാം. ഇതിപ്പം ഞാൻ ഇതിനെ ഡീമോൾഡ് ചെയ്യുവാണ്. ഡീമോൾഡ് ചെയ്ത് ഇത് വരുമ്പോൾ എൻ്റെ മോന ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അവൻ ഈ ഐസ്ക്രീം എങ്ങനെയെങ്കിലും ഒന്ന് കഴിച്ച് കിട്ടിയാൽ മതി. എന്നെ മുറിക്കാനുള്ള പേഷ്യൻസ് പോലും തന്നില്ല. അവൻ്റെ എക്സ്പ്രഷൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ദറ്റ് ഹീ റിയലി എൻജോയ്ഡ് ആൻഡ് ലവ് ദി ഐസ്ക്രീം. ഞാൻ എൻ്റെ ഹസ്ബൻഡിനോടും ആ ഐസ്ക്രീം ഒന്ന് ട്രൈ ചെയ്യാൻ പറഞ്ഞ് ആൻഡ് it has been approved. So you guys can definitely try this at home. Please do give it a try and let me know how you feel. Thank you.